പുതിയ വിന്റർ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിന് മികച്ച നേട്ടം. ഈ ഒക്ടോബർ 26, 2025 മുതൽ മാർച്ച് 29, 2026 വരെയുള്ള വിന്റർ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചപ്പോൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സർവീസുകളിൽ 22% വർധനവാണ് സംഭവിച്ചിരിക്കുന്നത്. വിമാനയാത്രാ മേഖലയിൽ സർവീസുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള പ്രധാന സൂചകമാണ് എയർ ട്രാഫിക് മൂവ്മെന്റ്സ്. ഒരു വിമാനത്താവളത്തിൽ നിന്നുള്ള അറൈവലുകളുടെയും ഡിപ്പാർച്ചറുകളുടെയും എണ്ണമാണ് ATMകൾ. നിലവിലെ സമ്മർ ഷെഡ്യൂളിലെ 600 ആയിരുന്ന പ്രതിവാര എയർ ട്രാഫിക് മൂവ്മെന്റുകൾ വിന്റർ ഷെഡ്യൂളിൽ 732 ഉയരും. ഏറ്റവും കൂടുതൽ വളർച്ച രേഖപ്പെടുത്തുന്നത് ആഭ്യന്തര മേഖലയിലാണ്. നിലവിലെ ATMs 300 പ്രതിവാര എയർ ട്രാഫിക് മൂവ്മെന്റുകൾ 406 ഉയരും. ഇത് ഏകദേശം 35% വർധനവാണ്. ഇതിനർത്ഥം തിരുവനന്തപുരത്ത് നിന്നും മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലേക്കുള്ള ഫ്ലൈറ്റുകളുടെ എണ്ണവും തിരിച്ചുള്ള ഫ്ലൈറ്റുകളുടെ എണ്ണവും വർദ്ധിക്കും. നവി മുംബൈ, മംഗളൂരു, ട്രിച്ചി എന്നിവിടങ്ങളിലേക്ക് കൂടി ഉടൻ പുതിയ സർവീസുകൾ തുടങ്ങും. കണ്ണൂർ, കൊച്ചി, ബംഗളൂരു, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലേക്ക് സർവീസുകളുടെ എണ്ണം കൂടും. ഇതിലൂടെ ആഭ്യന്തര വിനോദസഞ്ചാരം പുഷ്ടിപ്പെടുമെന്നാണ് കരുതുന്നത്. 300 പ്രതിവാര രാജ്യാന്തര സർവീസുകൾ എന്നത് 326 മാറുമെന്നും അധികൃതർ അറിയിച്ചു. ഇത് ഏകദേശം 9% വർധനവാണ്. ഓഗസ്റ്റ് മാസത്തിൽ 2.25 ലക്ഷം രാജ്യാന്തര യാത്രക്കാരാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. അബുദാബി, ഷാർജ, ദുബായ് എന്നിവിടങ്ങളാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ മുൻനിരയിലുണ്ടായിരുന്നത്. കൂടുതൽ ഡെസ്റ്റിനേഷനുകളിലേക്ക് സർവീസുകൾക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്നുള്ള യാത്രക്കാർക്ക് കൂടുതൽ ഫ്ലൈറ്റ് ഓപ്ഷനുകളിൽ നിന്ന് സൗകര്യപ്രദമായ സമയം പിക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. ഇതോടൊപ്പം വിമാനത്താവളത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്രാദേശിക സാമ്പത്തിക വ്യവസ്ഥയും മെച്ചപ്പെടുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ സമ്മർ ഷെഡ്യൂൾ നോക്കി കമ്പയർ ചെയ്യുമ്പോൾ വിന്റർ ഷെഡ്യൂൾ വന്നപ്പം ഒരു 22% ഇൻക്രീസ് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ് കൂടിയിട്ടുണ്ട്. നമ്മൾ യാത്രയുടെ കാര്യം നമ്മളൊരു 4 വർഷത്തിൻ്റെ ഇത് വെച്ച് അദാനിക്കാർ വരുന്ന പീരീഡ് വെച്ച് നോക്കുമ്പോൾ ആദ്യം ഒരു 35 ഫ്ലൈറ്റ്സോളം ഇവർ തുടങ്ങുന്ന കാലത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് 100 ഇപ്പോൾ ഈ വിന്റർ ഷെഡ്യൂളൊക്കെ വരുമ്പം 110ഓളം ഡെയിലി ഫ്ലൈറ്റ്സ് വരും. അപ്പം ഫ്ലൈറ്റ്സ് വരുന്നത് മാത്രമല്ല, അതിൻ്റെ ആൾക്കാർ പാസഞ്ചറുടെ ഇൻക്രീസ് പോലും നമ്മൾ നോക്കിയാൽ നമ്മൾ 5000 പാസഞ്ചർ കിടന്നിട്ട് ഇപ്പോൾ 16000 പാസഞ്ചേഴ്സായി. അപ്പോൾ ഈ ഇൻക്രീസ് വരുമ്പം നമ്മുടെ പാസഞ്ചറിൻ്റെ മൂവ്മെൻറ്റ്സ് പെർ ഡേ, ഇത് ഒരു ദിവസത്തെ പാസഞ്ചർ മൂവ്മെൻറ്റ് നമ്മൾ 16000 പേരും, അത് കഴിഞ്ഞ് ഈ വരുന്ന ഡിസംബറൊക്കെ അടുപ്പം പുതിയ കുറേ ഫ്ലൈറ്റ്സ് വരുന്നു. അപ്പം നമുക്കത് നല്ല ഗണ്യമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. സിസ്റ്റം എയർ ട്രാഫിക് മൂവ്മെന്റ് ഏതാണ്ട് 700-ലധികമായി വർദ്ധിക്കും അല്ലേ? അത് ആഴ്ചയിൽ 730 മൂവ്മെന്റ്സ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കുന്ന അതല്ല. നമ്മളിപ്പോൾ നോക്കേണ്ട മൂവ്മെന്റ്സ് വരുന്നാലും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കണക്ടിവിറ്റിയാണ്. പല സിറ്റിയിലും കണക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ പുതിയൊരു ഫ്ലൈറ്റ് വന്നു. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം മംഗലാപുരം എന്ന ഫ്ലൈറ്റ് വന്നു. ഇപ്പോൾ നാളെ മുതൽ ട്രിവാൻഡ്രം മംഗലാപുരം തിരുച്ചി ഫ്ലൈറ്റ് വരും. അത് സെയിം ഫ്ലൈറ്റാണ്, പക്ഷെ എന്നാലും തിരുച്ചി ഒരു ഡെസ്റ്റിനേഷൻ കണക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ മലേഷ്യൻ എയർലൈൻസ് ഇപ്പോൾ നമ്മളെ 3 ഫ്ലൈറ്റ് ആയിരുന്നത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അവരായിട്ട് പലപ്പോഴും ചർച്ച നടത്തി 5 ഫ്ലൈറ്റായി. ഡിസംബർ 1 തീയതി പോലെ ഡെയിലി ഫ്ലൈറ്റായി. ഓക്കെ, അപ്പം തിരുവനന്തപുരത്തിന് കൊളംബോలో ഏറ്റവും ചീപ്പസ്റ്റ് ഫെയർ ഇന്ത്യയിലുള്ളത് ഇപ്പോൾ തിരുവനന്തപുരത്താണ്. അതൊരു സൈഡ്. എയർ ഇന്ത്യ എക്സ്പ്രസ്സുകാർ വിന്റർ ഷെഡ്യൂൾ വന്നപ്പോൾ 3-4 ഫ്ലൈറ്റ് നിർത്തിയായിരുന്നു. അത് അവരുടെ ചെയർമാനും അവരുടെ സിഇഒയും MD ഒക്കെ ഇവിടെ വന്നപ്പം ചേംബർ ഓഫ് കോമേഴ്സിന്റെ നമ്മുടെ ഭാരവാഹികളായിട്ട് ഒരു മീറ്റിംഗ് നടത്തിയ ശേഷം ഞങ്ങൾ അവരെ ബോധിപ്പിച്ചു, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. കാര്യം എയർപോർട്ട് നല്ല രീതിയിൽ പ്രോഗ്രസ് വരുന്നു, പാസഞ്ചർ മൂവ്മെന്റ്സ് വരുമ്പോൾ പെട്ടെന്നൊരു ദിവസം അത് ഫ്ലൈറ്റ് വിഡ്രോ ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ അവരുടെ ഭാഗത്ത് അവർ പറഞ്ഞത് എയർക്രാഫ്റ്റിന്റെ കുറവ് വരുന്നു, പഴയ എയർക്രാഫ്റ്റൊക്കെ തിരിച്ച് പിൻവലിക്കുകയാണ്. 15 എയർക്രാഫ്റ്റോളം പിൻവലിക്കുന്നു. 2026 2-3 പുതിയ എയർക്രാഫ്റ്റ് വരുന്നു. പക്ഷേ 2027 50 എയർക്രാഫ്റ്റ് വരുന്നു. അന്നേരം തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ പ്രിഫറൻസും പ്രയോറിറ്റി കൊടുക്കാനുള്ളത്. അപ്പം ഞങ്ങൾ പറഞ്ഞാൽ അത് ശരിയായിരിക്കും. പക്ഷെ ഇപ്പം നിലവിലുള്ള എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻസ് ലൈക്ക് അബുദാബി, ദമാം ഇങ്ങനെയൊക്കെ വിഡ്രോ ചെയ്യുന്നത് ഒട്ടും കറക്റ്റ് അല്ല. അവർ ആ പരിശോധിച്ച ശേഷം തിരിച്ചു പോയിട്ട് 3 ഫ്ലൈറ്റും അവർ തിരിച്ച് റെസ്റ്റോർ ചെയ്തു. അപ്പോൾ ആ ഫ്ലൈറ്റ് പോയിട്ടില്ല. മാലിയുടെ പുതിയ ഫ്ലൈറ്റ് വന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പം ഇപ്പോൾ എയർ ഏഷ്യക്കാർ അൺഒഫീഷ്യൽ ആണെങ്കിലും നമ്മളായിട്ട് ചർച്ചയിൽ നടക്കുക. അവർ തിരുവനന്തപുരം ബാങ്കോക്ക് ഫ്ലൈറ്റ് എയർ ഏഷ്യ കൊണ്ടുവരാണ് പറയുന്നത്. ആഴ്ച 3 ഫ്ലൈറ്റാണ് നമ്മുടെ ഭാഗത്തിന് അവർ ഒരു താൽക്കാലികമായിട്ടൊരു ഇപ്പോൾ അത് ക്ലിയറൻസ് വെയിറ്റ് ചെയ്യുകയാണ്.
അതേസമയം വിന്റർ ഷെഡ്യൂളിലും തിരുവനന്തപുരത്ത് നിന്ന് പല വിദേശ സെക്ടറിലേക്കും നേരിട്ടുള്ള സർവീസ് ഇല്ലാത്തത് യാത്രക്കാരെ വലയ്ക്കും. തലസ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള ജിദ്ദ അടക്കമുള്ള ഗൾഫ് സെക്ടറിലേക്ക് നേരിട്ട് സർവീസ് ഏർപ്പെടുത്തിയിട്ടില്ല. അതിനാൽ മറ്റ് വിമാനത്താവളങ്ങളെ യാത്രക്കാർക്ക് ആശ്രയിക്കേണ്ടി വരും. ഒപ്പം വിന്റർ സീസണിൽ ബജറ്റ് സർവീസുകളിൽ പോലും തിരുവനന്തപുരത്ത് നിന്നുള്ള നിരക്കിൽ കുറവ് വരുത്തിയിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് സംസ്ഥാനത്തെ മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്.